പെട്ടെന്നൊരു ദിവസം നമ്മുടെ ജീവി മോൾ വന്നിട്ട് പറഞ്ഞു വരും നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാം. സോ ഞങ്ങൾ കുറേ നാളായിട്ട് ഒരുമിച്ച് പുറത്ത് പോയി ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഏത് റെസ്റ്റോറൻറ്റ് തിരഞ്ഞെടുക്കണം എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഞാൻ ഷൺമുഖ എന്നൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഷൺമുഖയിൽ പോകാമെന്ന് വിചാരിച്ചു. ബട്ട് ഷൺമുഖയിൽ എത്തിക്കഴിഞ്ഞിട്ട് കാര്യം നല്ല മെനു ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഓർഡർ ചെയ്ത പല സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. നല്ല ആംബിയൻസ് ആണ് ഷൺമുഖ റെസ്റ്റോറൻറ്റിൽ, അതൊക്കെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. പക്ഷെ ഫുഡ് ഉണ്ടായിരുന്നില്ല, ചിലപ്പോൾ ലേറ്റ് ഒക്കെ ആയതുകൊണ്ട് ഓർഡർ ചെയ്ത പല സാധനങ്ങളും ഇല്ലാത്തതുകൊണ്ട് വളരെ ബിൽഡപ്പ് കാണിച്ചു പോയ ഷൺമുഖ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി എവിടെ പോവാം? അവിടുന്ന് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചത് രാജ്വിയിലേക്കാണ്. രാജ്വി ഗാർഡൻസ് ബൈ കബാബ് മെഹൽ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് തറവാട് പോലെയാണ്, കാരണം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോയത്. ഇവിടെ നല്ല ചായ കിട്ടും കേട്ടോ, നല്ല നാടൻ ചായയൊക്കെ കിട്ടും. അപ്പം ഞങ്ങളവിടെ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു, നല്ല തിരക്കുള്ള സമയമായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോൾ എല്ലാ ടേബിളും ഫുള്ളായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളവരുടെ പ്രൈവസി മാനേജ് ചെയ്യാൻ വീഡിയോ എടുത്തില്ല. ഞങ്ങൾ അവിടുന്ന് ഓർഡർ ചെയ്തതൊരു ചിക്കൻ സൂപ്പ്, കാരണം എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. പിന്നെ വിശാഖിൻ്റെ ഫേവറേറ്റ് വിങ്സ് ഫ്രൈ ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് അവർക്ക് വിട്ടുപോയതായിരിക്കും. ഞങ്ങൾക്ക് ഉടനെ അവർ സെർവ് ചെയ്തു. സൂപ്പ് അടിപൊളിയായിരുന്നു. നല്ല തലവേദന ഉള്ളതുകൊണ്ട് എനിക്ക് നന്നായിട്ട് രസമായി. പിന്നെ നമുക്കൊരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ കിംലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. കിംലേട്ടൻ വിഷാനെ കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും കിംലേട്ടനും കൂടെ ഞങ്ങളുടെ ഭക്ഷണത്തിൽ പങ്കാളിയായി. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ ഉൾവശം. ഞാൻ ഒരു വീഡിയോ കൂടെ നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് രാജി, കാരണം അവിടുത്തെ ഫുഡും സർവീസും ഒക്കെ അടിപൊളിയാണ് കേട്ടോ.